ഒരു കാര്യം ചെയ്യേ, വിചിത്ര ജീവി, ഈ ആപ്പിളെങ്കിലും കഴിക്കേ. കഴിക്കേ, പിടിക്കേ, പിടിക്കേ. കഴിച്ചോ. ഈ ഹോട്ടലിലേ നല്ല ബെസ്റ്റ് ഫുഡാ. ഇവിടുത്തെ ഭക്ഷണം എനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ആകാശ് ഇവിടെ നമുക്ക് റൂം ബുക്ക് ചെയ്തത്. അതൊക്കെ കഴിച്ചാ മതിന്നേ. ഇതൊക്കെ ഗിരിധരനുള്ളത് തന്നെയല്ലേ? ഈ ആകാശവും സ്നേഹയും കൂടി ഗിരിധരനെ നിർബന്ധിച്ച് ഡയറ്റ് ചെയ്യിപ്പിച്ച കാര്യമൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇങ്ങനെ വാരി വലിച്ചു കഴിച്ചാലേ അതിന്റെ ഗുണമൊക്കെ പോയില്ലേ? എടോ, താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ആളൊന്നുമല്ല. ഇനി എന്തെങ്കിലും വേണോ? പറഞ്ഞാ ഓർഡർ ചെയ്യാം. ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഞാൻ കുറച്ചേ കഴിക്കൂ, അതാ ശീലം. ഇയാൾക്ക് വേണ്ടി ഇയാളുടെ അനുവാദം ഇല്ലാതെ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ? പുല്ലും വൈക്കോലും എടുത്ത് കഴിക്കാൻ. ആരാത്? ഞാൻ വേറൊന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഞാൻ പോയി നോക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ സാധാരണയായിട്ട് ഹണിമൂൺ കപ്പിൾസിനെ ശല്യം ചെയ്യാറില്ല. ഇത് പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത സ്ഥിതിക്ക് ഉണർന്നു കാണുന്നു മനസ്സിലായി. വിഷിംഗ് യു ബോത്ത് എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ ഏത് റൂമില്? ജസ്റ്റ് എ മിനിറ്റ് മാഡം. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങൾ പൂട്ടിയിട്ടടത്തുനിന്ന് നീ സമർത്ഥമായി രക്ഷപ്പെട്ടപ്പോഴേ എനിക്കറിയാം ഗിരിയെ തേടി നീ ഇവിടെ വരുമെന്ന്. നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ? എനിക്ക് എന്റേതായ പേഴ്സണൽ ലൈഫ് ഉണ്ട്. അതിൽ ഇടപെടാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ആയിക്കോട്ടെ, പക്ഷെ നിന്നെ പോലൊരു ശത്രുവിനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഞങ്ങൾക്ക് പറ്റുമോ മോളെ? വലിയ കൊമ്പത്തെ വക്കീലിനെ കൊണ്ടുവന്ന് ഇവളെടുത്ത മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, അതിലെ രണ്ടാമത്തെ ജാമ്യ വ്യവസ്ഥ എന്താണെന്ന് സാറിന് അറിയാലോ. എതിർ കക്ഷിയായ ഗിരിധർ നമ്പ്യാരെ ഈ ജാമ്യ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും പരാതിക്കാരിയായ ഇവൾ കാണരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇവളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കോടതി അലക്ഷ്യമാണ്. എന്തായാലും ശരി, ഇവളിപ്പ ചെയ്തിരിക്കുന്നത് പ്രത്യക്ഷമായ നിയമലംഘനമാണെന്ന് സാറിന് ബോധ്യമായല്ലോ. പിന്നെ എന്തിനാ സാറേ നോക്കി നിൽക്കുന്നത്? അവളെ പൊക്കിയെടുത്ത് ജീപ്പിലിട്ടോണ്ട് പോ.
ഏയ്, വിട്. വാങ്ങട് വരാനല്ലേ പറഞ്ഞ. ഇത് നോക്കിയേ, ഈ ഹോട്ടലുകാരെ നമുക്ക് വേണ്ടി വെഡിങ് സർപ്രൈസ് ആയിട്ട് തന്നതാണ്. നല്ല ഭംഗിയില്ലേ? എന്തായി കാണിക്കുന്നേ? എനിക്ക് ഈ പൂക്കൾ അലർജിയാണ്. സോറി 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 സോറി, ഞാൻ ഓർത്തില്ല. ഉഫ്. പെട്ടെന്നൊരു സന്തോഷത്തിന് കാണിക്കാൻ കൊണ്ടുവന്നതാ. ഐ എം റിയലി സോറി. ഇനിയിപ്പോ സോറി പറഞ്ഞോണ്ടിരിക്കാതെ മരുന്നെടുത്തോണ്ട് വാ. മരുന്ന് എവിടെ ഇരിക്കുന്നേ? അലമാരയിലെ ബാഗിനകത്ത്. ഇതിൽ ഏത് ബാഗിലിരിക്കുന്നേ? ആ വലിയ ബാഗില്. ഇതിൽ ഏത് മരുന്ന് എടുക്കേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ ഏത് ബോട്ടിൽ എടുക്കേണ്ടത്? നീല അടപ്പ്, നീല. പെട്ടെന്ന് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞാൻ തുമ്മി മരിക്കും. എന്തായി കാണിക്കുന്നേ? ഇവിടെ സുമിത പിടിച്ച് വലിക്കാതെ. അയ്യോ, എനിക്ക് വേദനിക്കും സുമിത. ഇവിടെ ചെവിയെ പിടിച്ച് വലിക്കാതെ, എനിക്ക് വേദനിക്കുന്നു. എന്താ ഇയാളീ കാണിച്ചത്? ഞാനെന്താ ഇള്ള കുട്ടിയാണെന്ന് വിചാരിച്ചോ? കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ച് എന്തും കാണിക്കാന്നാ? എന്നോട് ഇങ്ങനെ തമാശ കാണിക്കാൻ ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ ചെവി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ് ടീച്ചർ പോലും എന്റെ ചെവിക്ക് പിടിച്ചിട്ടില്ല. പിന്നെയാണോ ഇയാള്? ഒരു മനുഷ്യനല്ലേ ഞാൻ? എനിക്ക് വേദനിക്കൊന്നും അറിയില്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ? എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ഇയാൾക്ക് ആരാ ലൈസൻസ് തന്നത്? മനുഷ്യനായ സാമാന്യ മര്യാദ വേണം. സാമാന്യ മര്യാദ. നിന്നല്ലോ. എന്ത് തുമ്മലിപ്പൊ നിന്നല്ലോന്ന്? എന്താ? ശരിയാണല്ലോ, തുമ്മല് നിന്നു. ഭാഗ്യം. ഇതിന് വേദനിച്ചെങ്കിൽ ഇപ്പൊ സമാധാനായില്ലേ? പണ്ടേ കൊച്ചുനാളിൽ എന്റെ അമ്മമ്മ ചെയ്തോണ്ടിരുന്ന ട്രിക്കാ. നിർത്താതെയുള്ള തുമ്മലും ഇക്കളും ഒക്കെ വരുമ്പോ ഇങ്ങനെ ചെയ്യും. അപ്പൊ നമ്മുടെ ശ്രദ്ധ മാറില്ലേ? സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ. സുമിത എന്നോട് ക്ഷമിക്കണം. എന്തിന്? അതെ, കുറച്ചു മുമ്പ് ഞാൻ സുമിതയെ വിചിത്ര ജീവി എന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? ഒന്നും സാരമില്ല. സാരമുണ്ട്. ഞാൻ ആ പറഞ്ഞത് വലിയ തെറ്റായിരുന്നു. ഇയാള് മാത്രമല്ല, ഇയാളുടെ വീട്ടിലെ എല്ലാരും വിചിത്ര ജീവികളാണ്. അതെനിക്ക് ഇപ്പോഴാ ബോധ്യപ്പെട്ടത്. എന്നെ കളിയാക്കി ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ. അതെ, തർക്കിച്ച് നിൽക്കാൻ തീരെ സമയമില്ല. നമുക്ക് ഗൃഹപ്രവേശനത്തിന് പെട്ടെന്ന് വീട്ടിലെത്തണ്ടേ? നേരം വൈകുന്നു. പാക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്ക്. സനിരി നിരി സാ സനിരി നിരി സനിധ നിധപ ധപമ. അത് കൊള്ളാലോ മോളെ സുമി. ഈ വാർത്ത കണ്ടോ നീ? ചന്ദ്രേട്ടൻ ആരെയെ വിളിക്കുന്നത്? സുമിയാണെങ്കിൽ ഗിരിയുടെ വീട്ടില് കേൾക്കാൻ പാകത്തിൽ ഒച്ചത്തില് വിളിക്കണം. അവള് കല്യാണം കഴിഞ്ഞു പോയി. ചന്ദ്രേട്ടൻ മറന്നോ? എന്താ ചന്ദ്രേട്ട ഇത്? ഓരോന്ന് പറഞ്ഞ് എന്നെ ഉപദേശിക്കുന്ന ആളാ. പെട്ടെന്ന് ഞാനെന്തോ
ഇവിടെയൊക്കെ ഉണ്ടെന്നൊരു തോന്നല്. നിനക്ക് നഷ്ടപ്പെട്ടത് കുടുംബം നോക്കുന്ന ഒരു മകളെയായിരിക്കും. പക്ഷെ എനിക്ക് നഷ്ടമായത് എന്റെ സുഹൃത്തിനെ കൂടിയാണ് ഇന്ദിരേ. ചന്ദ്രേട്ടൻ വിഷമിക്കാതെ. അവള് പോയത് ദൂരന്നല്ലല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി കാണാം. നീ വെറുതെ സാനിയെ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട. ഓരോ ചടങ്ങുകളും അതിന്റേതായ സമയത്ത് തന്നെ നടത്തണം. നോക്ക് ചന്ദ്ര, ഇന്ന് ഗിരിയുടെ വീട്ടില് സുമിതയുടെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുക. ഇവിടുത്തെ മരുമകളാണെങ്കിൽ ഗൃഹപ്രവേശമേ വേണ്ടെന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്നു. ഇതെന്തൊരു ഏർപ്പാടാ? അമ്മമ്മ എന്തിനാ അതിനെ കുറ്റപ്പെടുത്തുന്നത്? സുമി ചേച്ചും കൂടെ സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ അവര് ഹണിമൂണിന് പോയത്. ഓ, ഹണിമൂണിന് പോണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഗൃഹപ്രവേശന ചടങ്ങ് സമയത്ത് നടത്തണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവർക്ക് എപ്പോ വേണമെങ്കിലും പോകാലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുമിയും കൂടി അതിൽ സപ്പോർട്ട് ചെയ്തതിലേ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. അമ്മ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കൂ. ആ, കുട്ടികളല്ലേന്നേ, അവര് കറങ്ങിയിട്ട് വരട്ടെ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ചന്ദ്ര? ഇതൊക്കെ നാട്ടുനടപ്പുള്ള കാര്യങ്ങളല്ലേ? ആ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ സുരേന്ദ്ര. ഞങ്ങളിവിടെ കല്യാണത്തിന് വന്നിട്ടേ ആഴ്ച ഒന്നായി. ഗൃഹപ്രവേശന ചടങ്ങൂടെ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ടായിരുന്നു. മരുമകളെ നിലയ്ക്ക് നിർത്തേണ്ടതേ അമ്മായിമ്മമാരാ. അന്ന് നീ ഒന്ന് വാശി പിടിച്ചിരുന്നെങ്കിലേ സാനി ഈ അഹങ്കാരം കാണിക്കില്ല. സമാധാനത്തിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വഴിക്ക് കൊണ്ടുവരാലോ. അതല്ലേ നല്ലത്. അപ്പൊ ഗൃഹപ്രവേശന ചടങ്ങ്? എന്റെ അഭിപ്രായം ഈ ഗൃഹപ്രവേശന ചടങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ വാശി പിടിക്കേണ്ടെന്നാ. അവര് ഹണിമൂണൊക്കെ കഴിഞ്ഞ് സാവകാശത്തിൽ വരട്ടെ. ഓ, നീയും മരുമോള് പറയുന്നത് കേട്ടങ്ങ് തുള്ളിക്കോ? ഈ പോക്ക് പോയാലേ ഭാവിയിൽ എന്താ ഉണ്ടാകാൻ പോകുന്നെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അതെ, ഒരു മിനിറ്റ്, എല്ലാവരും ഒന്നും മിണ്ടാതിരുന്ന്. ശ്രീയേട്ടനെ വിളിക്കുന്നത്. ഹലോ ശ്രീയേട്ടാ. നന്ദു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ഏട്ടാ? ഞാനും സനവും തിരിച്ചു വരുവാ. സത്യായിട്ടും? അപ്പൊ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പോ? അതൊക്കെ ക്യാൻസൽ ചെയ്തു. ഗൃഹപ്രവേശ സമയത്ത് നടക്കാത്തതില് സനുവിന് വലിയ വിഷമം. അങ്ങനെ അവള് തന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത്. ഗ്രേറ്റ്, നന്നായി ഏട്ടാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് വാ. ഞങ്ങളൊന്ന് റെഡി ആവട്ടെ. എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ ഏട്ടാ, ശരി. ഓക്കെ. ശ്രീയേട്ടനും സാനിയയും ഇന്ന് തന്നെ തിരിച്ചു വരുന്നു. ഗൃഹപ്രവേശന ചടങ്ങിന് റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ അമ്മമ്മ എന്തു പറയുന്നു? മരുമകളെ കുറിച്ച് അമ്മമ്മയ്ക്കുള്ള പരാതിയൊക്കെ മാറിയോ? പരാതി മാറിയെന്ന് മാത്രമല്ല, എനിക്ക് ഒത്തിരി സന്തോഷാവുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ് നമ്മുടെ ബന്ധുക്കളെല്ലാം മടങ്ങി പോകുന്നതിന് മുമ്പ് നമുക്ക് ഗൃഹപ്രവേശന ചടങ്ങ് നടത്താലോ. ഇവിടെയുള്ളവരൊക്കെ ഇതെവിടെ പോയി കിടക്കുക? അനുരാധേ, നവ്യേ, എടാ അമ്പി, ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? എന്റെ ഈശ്വര, എന്റെ തക്കടവും ഭാര്യ ഇപ്പൊ ഇവിടെ എത്തും. അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എടി അനുരാധ, നവ്യേ, ആരെങ്കിലും ഒക്കെ ഒന്ന് വാ. ദാമോദരാ, നീ എവിടെ? ഈ വീട്ടില് ചെവിയുള്ളവർക്കെങ്കിലും ഉണ്ടല്ലോ. അച്ഛമ്മ തന്നെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്. എടാ, ഈ വീട്ടില് ഗിരിയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന കാര്യം നിനക്കറിയോ? ആ, അറിയാലോ. സുമിത ഇടത്തിയുടെ ഗൃഹപ്രവേശന ചടങ്ങ്. ആ, സമാധാനായി. ആ വെളിവ് നിനക്കെങ്കിലും ഉണ്ടായല്ലോ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. എടാ, നീ നിന്ന് കിണുങ്ങാതെ പോയി നിന്റെ അമ്മയും ചേച്ചിയും കൂട്ടിക്കൊണ്ടു വാ. ചടങ്ങിന് മുഹൂർത്തായി. അച്ഛമ്മൊന്ന് സമാധാനപ്പെട്. നമുക്കെല്ലാം നടത്താന്നേ. ചെല്ല് ചെല്ല് ചെല്ല്. ഓക്കെ. ഗുഡ് മോർണിംഗ്. നമസ്തേ. എടാ, ഒന്നിനും കൊള്ളാത്തവനെ, നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു? എടാ, ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ആ സമയത്താണോ നീ ഇങ്ങനെ സർക്കിറ്റ് അടിക്കാൻ പോയിരിക്കുന്നത്? ഞാൻ സർക്കിട്ട് അടിക്കാൻ പോയതല്ല മുത്തശ്ശി. ഓഫീസിൽ ഇപ്പൊ ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കുകയല്ലേ. നിതീഷ് മോനെ സഹായിക്കാൻ ഞാനില്ലെങ്കിലേ ആകെ അവതാളത്തിലാവും. എന്റെ തക്കുടൂന്റെ ഓഫീസിൽ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നിനക്കെന്താടാ കാര്യം? പോയി ഗൃഹപ്രവേശത്തിനുള്ള കാര്യങ്ങൾ ചെയ്യടാ. മുത്തശ്ശി
എന്നും കുടിച്ചു നടന്നോളൂ. ഒന്നിനും ഒരു ഉപകാരമില്ലാത്തൊരു മുത്തശ്ശി? സാധനം. നിങ്ങൾ രണ്ടുപേരും ഇതിനകത്തോട്ട് കേറാനേ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അനുരാധേ, ദാ എന്റെ തക്കുടു മോനും എന്റെ മോളും എത്തി. നിനക്ക് എന്നും സമയമായില്ല ഇങ്ങോട്ട് വരാൻ. അച്ഛമ്മ ഇങ്ങനെ ബഹളം വെക്കാതെ. 2 കല്യാണം നടത്തിയ എന്റെ ക്ഷീണത്തിലായിരിക്കും അവരൊക്കെ. പതുക്കെ വരട്ടേന്നേ. എടാ, ഇത്രയും പ്രായമായി ഞാനിവിടെ കല്ലുപോലെ നിൽക്കുമ്പോ അവൾക്ക് എന്തോന്ന് ക്ഷീണം. ഇതിനൊക്കെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് ഈ അച്ഛമ്മക്ക് നന്നായിട്ട് അറിയാം. ആ നീയൊക്കെ എവിടെയായിരുന്നു? മുഹൂർത്തം തീരുന്നേ മുമ്പ് ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. അതോ നിന്നെയൊക്കെ ഏർപ്പാടാക്കാൻ ഞാൻ വേറെ താലപ്പൊലി ഏർപ്പാടാക്കണായിരുന്നോ? ഇവരെ ഞാനിന്നും മുതുക്കി മോനെ പിടിക്കും. അമ്മേ, എന്റെ കാല് തൊട്ട് വന്ദിക്കാനല്ല, എന്റെ കാൽ കീഴിക്കിടന്ന് നരകിക്കാനാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നന്നായി വരും. ഇന്നു മുതൽ ഈ വീട്ടിന്റെ ഐശ്വര്യം നീയാണ് മോളെ. കേറുവാ. ഇങ്ങനെയാണോ കല്യാണപ്പെണ്ണിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? വലതുകാല് വെച്ച് കയറി വരാൻ വേണം പറയാൻ. മോളെ, വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറി. ആ തള്ള പറഞ്ഞു കേട്ടില്ലേ, വലതുകാല് വെച്ച് കേറാൻ. പുത്തരി തന്നെ കല്ല് കടിച്ചല്ലോ ചേച്ചി. കല്ലും മുള്ളും നിറയാൻ പോകുന്നതേ അവളുടെ ജീവിതത്തിലാ. ഈ അനുരാധയുടെ കളി അവള് കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ നോക്കിക്കോ. അവളെ ഒഴിഞ്ഞ് ഈ സാധനം ഇനി എന്റെ നെഞ്ചത്ത് എന്തിനാ?